ദാലിക ലിമൻ ഖശിയ റബ്ബ, ഈ പറഞ്ഞ പ്രതിഫലം സ്വർഗം ലിമൻ ഖശിയ റബ്ബഹു, തൻ്റെ റബ്ബിനെ ഭയപ്പെട്ടവർക്കുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള ഭയമാണ് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി. അള്ളാഹിനെ പേടിക്കുക, അള്ളാഹുവിനോടുള്ള ഭയം, പേടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഈ ആയത്ത് വിശദീകരിച്ച് റാസി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞ ഒരു ഫായിദ കാണാം. സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു തആല ഉലമാക്കളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ എന്നാണ് പറഞ്ഞത്. ഉലമാക്കളാണ് അള്ളാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞു. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ദീനിയായ ഇൽമുള്ള ആളുകൾ, ശർഈയായ ഇൽമുള്ള ആളുകൾ. ഇവിടെ എന്താണ് പറഞ്ഞത്? സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ദാലിക ലിമൻ ഖശിയ റബ്ബ, റബ്ബിനെ പേടിച്ചവർക്കാണ് സ്വർഗമുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് എന്ത് മനസ്സിലാക്കാം? ഇൽമാണ് സ്വർഗത്തിലേക്കുള്ള വഴി. അങ്ങനെ ഇൽമുണ്ടായാൽ ഖശിയത്തുണ്ടാകും, ഖശിയത്തുണ്ടായാൽ സ്വർഗമുണ്ടാകും. അപ്പോൾ സ്വർഗം കിട്ടാനുള്ള വഴി എന്ന് പറയുന്നത് ദീൻ പഠിക്കുക എന്നുള്ളതാണ്, ശർഈയായ ഇൽമു നേടുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് വ്യക്തമാണ്. ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമ അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അത് ഈ രണ്ടായത്തുകൾ യോജിപ്പിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൽമിൻ്റെ ഏറ്റവും വലിയ ഫضലാണ്. അതുപോലെ തന്നെ ഇൽമ പഠിക്കുമ്പോഴുള്ള നിയ്യത്തും അതായിരിക്കണം, സ്വർഗത്തിലെത്തുക, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുക. ആ നിയ്യത്ത് മനസ്സിൽ വെച്ചാൽ നമുക്ക് ഇൽമ പഠിക്കാൻ അതൊരു പ്രചോദനമാവും. അല്ലെ, നമ്മൾ നിർത്തിപ്പോവില്ല. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗമാണ്. അല്ലെ, പല ആൾക്കാരും ദീൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിച്ച് തുടങ്ങും. പിന്നെ നിർത്താനുള്ള കാരണം എന്താണ്? നമുക്കൊരു പ്രേരണ ഉള്ളിൽ നിന്ന് വരുന്നില്ല, ഒരു പ്രചോദനമില്ല. ഈ കാര്യം ഓർത്താൽ മതി. അല്ലെ, നമ്മൾ പഠിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ്. മറ്റ് ചില ആളുകൾ നിർത്തി ഈ പരിശ്രമം ഉപേക്ഷിക്കാൻ, ഇൽമ പഠനം നിർത്താനുള്ളൊരു കാരണം എന്താണ്? മനസ്സിലാകുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഹിഫ്ളാക്കാൻ കഴിയുന്നില്ല. അതൊന്നും യഥാർത്ഥത്തിൽ തടസ്സങ്ങളല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞത് യൽതമിസു ഇൽമൻ, ഇൽമ അന്വേഷിക്കുകയാണ്. ഇൽമ കിട്ടിയെന്നല്ല പറയുന്നത്. ആരാണോ ഇൽമ പഠിച്ച് ഒരു ആലിമായി മാറിയത് അവൻ സ്വർഗത്തിലെത്തും എന്നല്ല പറഞ്ഞത്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ അന്വേഷിച്ച് ഒരു വഴിയിൽ പ്രവേശിച്ചു, അത്രേ ഉള്ളൂ. ആ വഴിയിൽ അവൻ വിജയിച്ചിട്ടുണ്ടോ, ഇൽമ നേടിയിട്ടുണ്ടോ, ആലിമായിട്ടുണ്ടോ, ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആയാലും ആയിട്ടില്ലെങ്കിലും സഹല അല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. അപ്പോൾ സ്വർഗം കിട്ടുകയാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള നിയത്തോടു കൂടി ദീൻ പഠിക്കാൻ ശ്രമിക്കുക. അതും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം എന്നാണ് റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത്.